ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതൊരു പഴയ നിലവിളക്കാണ് കേട്ടോ. ഒരു 3-4 വർഷമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അത് നല്ല രീതിയിൽ എണ്ണക്കറയുണ്ട്. പിന്നെ മാറ്റി വെക്കുമ്പോൾ നമുക്കൊരു പൊടിയൊക്കെ പിടിക്കുമല്ലോ, അതുണ്ട്. ഇതൊക്കെ പെട്ടെന്ന്, അതായത് അധികം പണിയില്ലാതെ എങ്ങനെയാണ് കഴുകിയെടുക്കുകയെന്ന് വെച്ചാൽ, ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം കടലമാവ് ഇട്ട് കൊടുക്കുക. കടലമാവെന്നോ കടലപ്പൊടിയെന്നോ ഇനി വേറെ ഏതെങ്കിലും പേര് പറയുമെന്ന് എനിക്കറിയില്ല. അതിനുശേഷം അതിൻ്റെ അകത്തോട്ടൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇത് 3 ഇട്ടതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക. കട്ടത്തൈരായാലും കുഴപ്പമില്ല, നോർമൽ തൈരായാലും കുഴപ്പമില്ല. ഇത് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ചെറുതായിട്ട് മിക്സാക്കി കൊടുക്കുക. ഒത്തിരി മിക്സാക്കണ്ട, ഒന്ന് ചെറുതായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു നാരങ്ങ എടുത്ത് വെച്ചത് അതിൻ്റെ പകുതി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. കുരു കളയുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പിന്നെ ഇളകി കഴിഞ്ഞ് കുരു കളയേണ്ടി വരും. നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സാക്കുക. നല്ല രീതിയിൽ മിക്സാക്കണം. നമുക്കൊരു കുറുകി വരണം. കുറുകിയെന്ന് പറഞ്ഞാൽ അധികം കുറുകണ്ടെങ്കിൽ ലൂസായിട്ട് വരണം. ഇത് നന്നായിട്ട് വന്നിട്ടില്ല. അപ്പം നമ്മൾ അതിൻ്റെ അകത്തോട്ട് വേണേൽ നമുക്ക് ഇച്ചിരി തൈരും കൂടി ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പച്ചവെള്ളം ആയാലും ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പം പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതായത് നമ്മുടെ പൈപ്പിൽ, സാധാരണ പൈപ്പിൽ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കുറുകി, അതായത് ഒരു ലൂസ് പരുവായിട്ട് വരണം. അതായത് സ്പൂണിൽ നിന്ന് എടുക്കുമ്പോൾ താഴെ പോകുന്ന രീതിയിലായി വരണം. അല്ലെങ്കിൽ എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ വിളക്കെ തൂത്ത് കൊടുക്കാൻ നേരത്ത് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ മൊത്തം വിളക്കെ തൂത്ത് പിടിപ്പിച്ച് പിന്നെ കഴുകിയെടുത്ത ഫൈനൽ ലുക്കാണിത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, കാരണം നല്ല രീതിയിൽ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഫോട്ടോയിൽ എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഐ മീൻ വീഡിയോയിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.